അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻസ്, മനുഷ്യരിലെ പ്രത്യുൽപാദനത്തെക്കുറിച്ചാണ്. അതിനു മുന്നേ അവിടെ ഹോർമോൺസ് എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹോർമോണുകൾ? അതിനെക്കുറിച്ചൊരു ചെറിയ ഡെഫിനിഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഹോർമോൺസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ്. ഹോർമോൺ എന്ന് പറയുന്നത് രാസവസ്തുക്കളാണ്, കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. പ്രൊഡ്യൂസ്ഡ് ബൈ ദ എൻഡോക്രൈൻ ഗ്ലാൻസ്. എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയും. അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥികൾ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ദേ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് വേരിയസ് ലൈഫ് ആക്ടിവിറ്റീസ്. ഇവ നമ്മുടെ വിവിധ ലൈഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ നിയന്ത്രിക്കുകയും അതുപോലെ കോർഡിനേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മനസ്സിലായോ എന്താണ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ? എല്ലാ മനുഷ്യരുടെ ഉള്ളിലും എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്. ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻസിൽ ഏതൊക്കെ വരും, അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ 9th 10th ആകുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പോൾ നോക്കിയോളൂ, റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻസ്, മനുഷ്യരിലെ റീപ്രൊഡക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സസ്യങ്ങളിലെ റീപ്രൊഡക്ഷൻ പഠിച്ചു അല്ലേ? സസ്യങ്ങളിൽ അസെക്ഷൽ മെത്തേഡ്സും ഉണ്ട്, സെക്ഷൽ മെത്തേഡ്സും ഉണ്ട് അല്ലേ? ലൈംഗിക പ്രത്യുൽപാദനവും അതുപോലെ അലൈംഗിക പ്രത്യുൽപാദനവും ഉണ്ട്. അതുപോലെ ഹ്യൂമൻസിൽ നടക്കുന്നത് എന്താണ്? ഹ്യൂമൻസിൽ സെക്ഷൽ റീപ്രൊഡക്ഷനാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനമാണ് നടക്കുന്നത്. അപ്പോൾ മനുഷ്യരിലെ അല്ലെങ്കിൽ ഹ്യൂമൻസിലെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ജസ്റ്റ് ലൈക്ക് ഇൻ പ്ലാന്റ്സ് വി നോ ദാറ്റ് അനിമൽസ് ആൾസോ ഹാവ് സ്പെഷ്യലൈസ്ഡ് ഓർഗൻ സിസ്റ്റംസ് ഫോർ റീപ്രൊഡക്ഷൻ. സസ്യങ്ങളിലെ പോലെ തന്നെ ജന്തുക്കളിലും റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ഓർഗൻ സിസ്റ്റം ഉണ്ട്, പ്രത്യേക അവയവ വ്യവസ്ഥകളുണ്ട്. വാട്ട് ആർ ദ പാർട്സ് ഓഫ് ദി റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ ഹ്യൂമൻസ്? മനുഷ്യരിലെ ഈ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്സ് ഏതൊക്കെയാണ്? വേർ ആർ ദ ഗ്യാമെറ്റ്സ് പ്രൊഡ്യൂസ്ഡ്? എവിടെയാണ് ഗ്യാമെറ്റ്സ് അല്ലെങ്കിൽ ബീജകോശങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്? അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അനലൈസ് ദ ഇലസ്ട്രേഷൻ 18.5, 18.6 ആൻഡ് പ്രിപ്പയർ എ നോട്ട് ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടെ 18.5 ഒരു ഇലസ്ട്രേഷൻ തന്നിട്ടുണ്ട് കണ്ടോ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതുപോലെ 18.6 കണ്ടോ, ഇതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ 2 ഇലസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ നോക്കിയിട്ട് ഇതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രിപ്പയർ എ നോട്ട് അബൌട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. കണ്ടോ, അപ്പം ഇതാണ് അതിൻ്റെ ഫിഗർ. അതിൻ്റെ അകത്ത് വരുന്ന പാർട്സ് അല്ലേ, എന്തൊക്കെ പാർട്സ് ഉണ്ടെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയോളൂ. ഒന്നാമത്തത് വാസ് ഡിഫറൻസ് അല്ല, അതായത് ബീജവാഹി എന്ന് പറയും. കണ്ട, ആ ബ്ലൂ കളറിൽ കാണും, ബ്ലൂ അല്ല വയലറ്റ് കളറിൽ കാണുന്നത്, അതാണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്താണ്? ട്രാൻസ്പോർട്ട്സ് മെയിൽ ഗ്യാമെറ്റ്സ് ഫ്രം ദ ടെസ്റ്റസ് ടു ദ യുറീത്ര. മെയിൽ ഗ്യാമെറ്റ്സിനെ, പുരുഷ ബീജങ്ങളെ ടെസ്റ്റസിൽ നിന്ന്, വൃഷ്ണങ്ങളിൽ നിന്ന് എവിടെ എത്തിക്കുന്നു? യുറീത്ര എന്ന് വെച്ചാൽ മൂത്രനാളിയിൽ എത്തിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ വയലറ്റ് കളറിൽ കാണപ്പെടുന്നത് അതെന്താ ചെയ്യുന്നത്? അത് ടെസ്റ്റസിൽ നിന്ന്, ടെസ്റ്റസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ടെസ്റ്റസിൽ നിന്ന് മെയിൽ ഗ്യാമെറ്റ്സിനെ യുറീത്രയിൽ എത്തിക്കുന്നു. അതാണ് വാസ് ഡിഫറൻസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പഠിച്ചോളണം കേട്ടോ. ട്രാൻസ്പോർട്ട്സ് എന്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു? മെയിൽ ഗ്യാമെറ്റ്സിനെ. എവിടോട്ട്? ഫ്രം ദ ടെസ്റ്റസ് ടു ദ യുറീത്ര. ടെസ്റ്റസിൽ നിന്ന് യുറീത്രയിലോട്ട്. അടുത്ത രണ്ടാമത്തതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയും. എന്താണ്? ഇറ്റ് പ്രൊഡ്യൂസസ് എ ഫ്ലൂയിഡ് ദാറ്റ് കണ്ടെയ്ൻസ് ദ സബ്സ്റ്റൻസസ് നീഡഡ് ഫോർ ദ നറിഷ്മെന്റ് ആൻഡ് മൂവ്മെന്റ് ഓഫ് ദി സ്പേംസ്. സ്പേം എന്ന് പറഞ്ഞാൽ എന്താണ്? ബീജം എന്ന് പറയും, ബീജം. അപ്പം ഈ സ്പേംസിൻ്റെ നറിഷ്മെൻറ്റിന്, അവയുടെ പോഷണത്തിനും അവയുടെ മൂവ്മെൻറ്റിനും അവയുടെ ചലനത്തിനും ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? അത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. മനസ്സിലായോ? ഇറ്റ് പ്രൊഡ്യൂസസ് ഫ്ലൂയിഡ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് കണ്ടെയ്ൻസ്, അതിൻ്റെ അകത്ത് എന്തുണ്ട്? ദാറ്റ് കണ്ടെയ്ൻസ് ദ സബ്സ്റ്റൻസസ് നീഡഡ് ഫോർ ദ നറിഷ്മെൻറ്റ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ദി സ്പേം. സ്പേമിന് നറിഷ്മെൻറ്റിനും അതിൻ്റെ മൂവ്മെൻറ്റിനും ആവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. മനസ്സിലായോ? അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. അടുത്തതാണ് ടെസ്റ്റസ്. എന്താണ്? ടെസ്റ്റിസ്. ഇറ്റ് പ്രൊഡ്യൂസസ് സ്പേം ആൻഡ് മെയിൽ സെക്സ് ഹോർമോൺസ്. ടെസ്റ്റിസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പേം, ബീജങ്ങളെയും, പിന്നെ മെയിൽ സെക്സ് ഹോർമോൺസ്, പുരുഷ ലൈംഗിക ഹോർമോൺസ്, അതിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ. അത് അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ടെസ്റ്റിസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് പ്രൊഡ്യൂസസ് സ്പെർം ആൻഡ് മെയിൽ സെക്സ് ഹോർമോൺസ്. നെയിം ദ മെയിൽ സെക്സ് ഹോർമോൺ ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ. അടുത്തതാണ് പെനിസ്. എന്താണ്? പെനിസ്.
പെനിസ് കണ്ടല്ലോ എന്താണെന്നുള്ളത്. ത്രൂ ദിസ് ഡക്റ്റ് ബോത്ത് യൂറിൻ ആൻഡ് സ്പേം ആർ ഡിസ്ചാർജ്ഡ്. ഈ പെനിസ് വഴിയാണ് ബോത്ത് യൂറിനും സ്പേമും ഒക്കെ ഡിസ്ചാർജ് ചെയ്യുന്നത് അല്ലേ. മൂത്രവും അതുപോലെ സ്പേം ബീജവും ഒക്കെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഏതാണ്, ഈ പെനിസാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഡെലിവർ ദ സ്പേം ഇൻ ടു ദ വെജൈന. ഇത് എന്താണ്, ഈ സ്പേമിനെ വെജൈനയിൽ എത്തിക്കാൻ സഹായിക്കുന്നു. വെജൈന എന്ന് പറയുമ്പോൾ യോനിയിൽ എത്തിക്കാൻ സഹായിക്കുന്നു. മനസ്സിലായല്ലോ. ഇത്രയാണ് മെയിൽ സെക്സ് ഹോർമോൺസ് അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടും അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷന്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു നോട്ട് തയ്യാറാക്കണം. അത് നോട്ട് തരുമ്പോൾ തരാം കേട്ടോ. ഇനി ഇതവിടെ ഒരു ചെറിയ നോട്ട് കൊടുത്തിട്ടുണ്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട്. നോക്കിയോളൂ. ഇൻ മെയിൽസ് ദ ടെസ്റ്റസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ സ്ക്രോട്ടൽ സാക്ക് ജസ്റ്റ് ബിലോ ദ പെനിസ്. അതായത് മെയിൽസിൽ, പുരുഷനിൽ ഈ ടെസ്റ്റസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വൃഷ്ണങ്ങൾ. ഈ വൃഷ്ണങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള വൃഷ്ണങ്ങൾ എന്താണ് ഇരിക്കുന്നത് എവിടെയാണ് ഇൻ ദ സ്ക്രോട്ടൽ സാക്കിലാണ് വൃഷ്ണങ്ങൾ, ടെസ്റ്റസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സ്ക്രോട്ടൽ സാക്ക് എന്ന് വെച്ചാൽ വൃഷ്ണസഞ്ചി എന്ന് പറയും. സാക്ക് എന്ന് വെച്ചാൽ സഞ്ചിയാണ്. സ്ക്രോട്ടൽ സാക്ക് എന്ന് വെച്ചാൽ വൃഷ്ണസഞ്ചി. അത് ജസ്റ്റ് ബിലോ ദ പെനിസിന് തൊട്ട് താഴെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പെനിസിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള സ്ക്രോട്ടൽ സാക്കിലാണ് ടെസ്റ്റസ് മെയിൽസിൽ സ്ഥിതി ചെയ്യുന്നത്. ഫോർ സ്പേം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബീജോത്പാദനത്തിന് വേണ്ടിയിട്ട് എ ടെമ്പറേച്ചർ 2 to 2.5 degrees Celsius ലോവർ ദൻ ദ നോർമൽ ബോഡി ടെമ്പറേച്ചർ ഈസ് ടു ബി മെയിൻറ്റെയിൻഡ്. അതായത് നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണോ അതിൽ നിന്ന് 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞ ഒരു ടെമ്പറേച്ചറാണ് സ്പേം പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിനെ വെച്ചിട്ടുള്ളത്. ഈ ടെസ്റ്റസിനെ ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദി സ്ക്രോട്ടൽ സാക്ക് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദിസ് ടെമ്പറേച്ചർ. ഈ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ക്രോട്ടൽ സാക്കിൻ്റെ അല്ലെങ്കിൽ വൃഷ്ണസഞ്ചിയുടെ ഈ സങ്കോചവും വികാസവും അതിൻ്റെ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ സങ്കോചം, റിലാക്സേഷൻ എന്ന് വെച്ചാൽ വികാസം. അത് അതിനെ സഹായിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ ഫീമെയിൽസ്. ഫീമെയിൽസിലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സ്ത്രീകളിലെ പ്രത്യുൽപാദന വ്യവസ്ഥ. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഇതാ ഇവിടെ ഈ കൊടുത്തിട്ടുള്ളത്. ഇലസ്ട്രേഷൻ 18.6 നോക്കിയോളൂ. അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയുണ്ട്? യൂട്രസ് ഉണ്ട്, ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ട്, ഓവറി ഉണ്ട്, വെജൈനയുണ്ട്. ഇത്രയും പാർട്ടാണുള്ളത്. ഒന്നാമത്തത് യൂട്രസ് അല്ലെങ്കിൽ ഗർഭാശയം. ദ പാർട്ട് ദാറ്റ് കംപ്ലീറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ദി എംബ്രിയോ. ഈ എംബ്രിയോ എന്ന് വെച്ചാൽ ഭ്രൂണം. ഈ ഭ്രൂണം വളർച്ച കംപ്ലീറ്റ് ചെയ്യുന്ന ഭാഗം, ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന പാർട്ടാണ് ഏത്? യൂട്രസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദ പാർട്ട് ദാറ്റ് കംപ്ലീറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ദി എംബ്രിയോയുടെ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന പാർട്ടാണ് യൂട്രസ്. അടുത്തതാണ് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് വെച്ചാൽ അണ്ടവാഹി. ഇറ്റ് ക്യാരീസ് ദ ഓവം ടു ദ യൂട്രസ്. ഓവത്തിനെ യൂട്രസിലോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ വഹിക്കുന്നത് ആരാണ്? ഈ ഫെലോപ്പിയൻ ട്യൂബാണ്. ഓവം ഉണ്ടല്ലോ, ഓവം എന്ന് വെച്ചാൽ അണ്ടത്തിനെ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ഈ ഫെലോപ്പിയൻ ട്യൂബാണ്. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ദെയർ. അവിടെയാണ് വച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. മനസ്സിലായോ? ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. അടുത്തതാണ് ഓവറി എന്ന് വെച്ചാൽ അണ്ടാശയം. ഓവറി പ്രൊഡ്യൂസസ് ദ ഓവം ആൻഡ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ്. ഓവറിയിലാണ് അല്ലെങ്കിൽ അണ്ടാശയത്തിലാണ് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓവം എന്ന് പറയുമ്പോൾ അണ്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആൻഡ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ് അല്ലെങ്കിൽ സ്ത്രീ ലൈംഗിക ഹോർമോൺ. അതിപ്പോൾ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഏതൊക്കെയാണ്? ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ. 2 ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ആണ് നമ്മൾ പഠിക്കുന്നത്, ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണും. അപ്പോൾ ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? ഓവറിയിലാണ്. അടുത്ത പാർട്ടാണ് വെജൈന. ദ പാർട്ട് ദാറ്റ് ഓപ്പൺസ് ദ യൂട്രസ് ടു ദ ഔട്ട്സൈഡ്. അതായത് ഈ യൂട്രസ് ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗമാണ് വെജൈന എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെയർ ദ സെമൻ ഈസ് ഡെപ്പോസിറ്റഡ്. ഇതുവഴിയാണ് സെമൻ അല്ലെങ്കിൽ പുംബീജങ്ങളെ നിക്ഷേപിക്കുന്നത്. ഡ്യൂറിങ് ദ ചൈൽഡ് ബ്രത്ത് ദ ബേബി കംസ് ഔട്ട് ത്രൂ ദിസ് പാർട്ട്. നമ്മുടെ ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത്, കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് പുറത്ത് വരുന്നത് ഈ വെജൈനയിൽ കൂടിയാണ്, യോനിയിൽ കൂടിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സും അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും. ഇനി ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പാർട്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ ഹ്യൂമൻ ബീയിങ്ങിൽ നമ്മൾ ഏതൊക്കെ എഴുതണം? റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ മെയിൽസും റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ
ഫീമെയിൽസ് അത് രണ്ട് എഴുതണം. അതിൻ്റെ ആ ഇലസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ പറ്റും. അതിൻ്റെ നോട്ട്സ് തരാം കേട്ടോ. അടുത്തത് പ്രൊഡക്ഷൻ ഓഫ് ഗ്യാമെറ്റ്സ്, ഗ്യാമെറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ. മെയിൽസിൽ ഗ്യാമെറ്റ്സ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടെസ്റ്റിസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ മെയിൽസ് സ്പെംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ടെസ്റ്റിസ്, പുരുഷനിൽ വൃഷണങ്ങളിൽ നിന്നും പുരുഷബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ഇൻ ഫീമെയിൽസ് ഓവം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓവറി, ഫീമെയിൽസിൽ ഓവം അണ്ടത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓവറിയാണ് അല്ലെങ്കിൽ അണ്ടാശയം. സ്ത്രീകളിൽ അണ്ടാശയത്തിൽ നിന്ന് അണ്ടം ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് സെക്ഷൽ ഹോർമോൺസ്. സെക്ഷൽ ഹോർമോൺസ് മെയിൽസിൽ ഒരൊറ്റ സെക്ഷൽ ഹോർമോണാണ് ഉള്ളത്, ടെസ്റ്റോസ്റ്റിറോൺ. ഇനി ഫീമെയിൽസിൽ 2 സെക്ഷൽ ഹോർമോൺസ് ഉണ്ട്, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ. ഓക്കെ ആണല്ലോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഗ്യാമെറ്റ്സ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യനിലെ ലിംഗകോശങ്ങൾ, ഗ്യാമെറ്റ്സ്. നോക്കിയുള്ളൂ, അതിൻ്റെ 2 ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. മെയിൽ ഗ്യാമറ്റിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്, ഫീമെയിൽ ഗ്യാമറ്റിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. മെയിൽ ഗ്യാമറ്റ് എന്താണ്? സ്പേം. ഫീമെയിൽ ഗ്യാമറ്റ് ഓവം. ഓക്കെ ആണല്ലോ. നോക്കിയോളൂ. അനലൈസ് ദ ഗിവൺ പിക്ചേഴ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് അപ്രോപ്രിയേറ്റ്ലി കംപ്ലീറ്റ് ദ ടേബിൾ 18.2. ഇവിടെ 18.2 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? ഈ ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതെല്ലാം ഒന്ന് പഠിച്ചതിന് ശേഷം നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. അതിൻ്റെ സ്ട്രക്ചർ നോക്കാം. നോക്കിയോളൂ. ഗ്യാമെറ്റ്സ് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യനിലെ ഗ്യാമെറ്റ്സ് അല്ലെങ്കിൽ ലിംഗകോശങ്ങൾ. മനുഷ്യനിലെ ഫീമെയിൽസിലും മെയിൽസിലുമായിട്ട് 2 ഗ്യാമെറ്റ്സ് ആണുള്ളത്. ഫീമെയിൽ ഗ്യാമറ്റാണ് ഓവം, മെയിൽ ഗ്യാമറ്റാണ് ഏത്? സ്പേം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 2ൻ്റെയും പിക്ചറാണ് അതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? അതിൽ മെയിൽ ഗ്യാമറ്റാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അതിനെന്തൊക്കെയുണ്ട്? ഫിഗർ 18.1 ഷോസ് ദ മെയിൽ ഗ്യാമറ്റ്. ഏതൊക്കെ പാർട്ടാണുള്ളത്? ഒരു ഹെഡുണ്ട്, പിന്നെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഹെഡിലായിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ ഒരു ബോഡി ഉണ്ട്, പിന്നെ ഒരു ടെയിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ സ്പേമിൽ എന്തൊക്കെ പോർഷൻസ് ആണുള്ളത്? ഹെഡ് തല, ന്യൂക്ലിയസ് മർമ്മം, അതുപോലെ പ്ലാസ്മ മെംബ്രെയിൻ പ്ലാസ്മ സ്തരം, ബോഡി ഉടൽ, പിന്നെ ടെയിൽ ഒരു വാല്. ഇത്രയാണുള്ളത്. ഇനി ഫീമെയിൽ ഗ്യാമറ്റാണ് ഓവം അല്ലെങ്കിൽ അണ്ടം. അതിലെന്തൊക്കെയാണുള്ളത്? അതിനൊരു ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ ഒരു എക്സ്റ്റേണൽ മെംബ്രെയിൻ ഉണ്ട്. ഇത്രയും പോർഷൻസ് ആണ് ഉള്ളത്. ഓക്കെ ആണല്ലോ. ഇനിതാ ഇവിടെ താഴെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്പേം. ദ മെയിൽ ഗ്യാമറ്റ് ഹാസ് 3 പാർട്സ്. മെയിൽ ഗ്യാമറ്റിന് 3 പാർട്ടാണുള്ളത്. ഏതൊക്കെയാണ്? ഹെഡ്, ബോഡി ആൻഡ് ടെയിൽ. ഒരു ഹെഡുണ്ട്, പിന്നെ ഒരു ബോഡി ഉണ്ട്, പിന്നെ ഒരു ടെയിലുണ്ട്. ദ ന്യൂക്ലിയസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഹെഡ്. ഹെഡിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ന്യൂക്ലിയസ്. ദ ടെയിൽ ഹെൽപ്സ് ടു മൂവ് ഇൻ ഫ്ലൂയിഡ് മീഡിയ. ഇതിൻ്റെ ടെയിൽ ഉണ്ടല്ലോ, ഈ പറയുന്ന മെയിൽ ഗ്യാമറ്റായ സ്പേമിൻ്റെ ടെയിൽ ഫ്ലൂയിഡ് മീഡിയത്തിൽ കൂടി സഞ്ചരിക്കാൻ സഹായിക്കുന്നു, ചലിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ടെയിൽ അല്ലെങ്കിൽ വാൽ ഉപയോഗിച്ചാണ് ഇത് ഫ്ലൂയിഡ് മീഡിയത്തിൽ അല്ലെങ്കിൽ ദ്രാവക മാധ്യമത്തിൽ കൂടി എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. ഇനി ഓവം നോക്കിയോളൂ. ഇറ്റ് ഈസ് എ സ്പെറിക്കൽ ഇൻ ഷേപ്പ്. കണ്ടോ? ഇതൊരു സ്പെറിക്കൽ ഷേപ്പാണ്. പക്ഷേ ഈ സ്പേം നോക്കൂ, ഇതെന്ത് ഷേപ്പാണ്? ഒരു നീണ്ട ആകൃതിയാണ്, ഇലോങ്ങേറ്റഡ് ഷേപ്പാണുള്ളത്. സ്പേമിന് ഒരു ഇലോങ്ങേറ്റഡ് ഷേപ്പാണുള്ളത്, നീണ്ട ഒരു ആകൃതിയാണുള്ളത്. എന്നാൽ ഓവത്തിന് സ്പെറിക്കൽ ഷേപ്പാണുള്ളത്, ഉരുണ്ടാകൃതി അല്ലേ, അല്ലെങ്കിൽ ഗോളാകൃതി എന്ന് പറയും. ഇൻ ഷേപ്പ് ആൻഡ് ഹാസ് എ സ്പെഷ്യൽ പ്രൊട്ടക്റ്റീവ് കോട്ട് ഔട്ട്സൈഡ് ദ സെൽ വാൾ. ഈ സെൽ വാളിന് പുറത്ത് ഇതിനൊരു സ്പെഷ്യൽ പ്രൊട്ടക്റ്റീവ് കോട്ടുണ്ട്, ഒരു പ്രത്യേക സംരക്ഷണ കവചമുണ്ട്. ഏതിന്? സെൽ വാളിന് പുറത്തായിട്ട്, കോശസ്തരത്തിന് പുറത്തായിട്ട്. ഇറ്റ് ഈസ് ലാർജർ ഇൻ സൈസ് ദൻ ദ മെയിൽ ഗ്യാമറ്റ്. മെയിൽ ഗ്യാമറ്റിനെ അപേക്ഷിച്ച് ഇതിൻ്റെ സൈസ് ഇച്ചിരി കൂടുതലാണ്, വലുതാണ്. ഇറ്റ് ഹാസ് നോ എബിലിറ്റി ടു മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ഏതിന്? ഈ ഓവത്തിന്. മനസ്സിലായോ? ഓവത്തിന് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല, എന്നാൽ സ്പേമിന് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. മനസ്സിലായോ? ഇതാണ് ഓവോ സ്പേം. ഇനി നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. നോക്കിയുള്ളൂ. ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നാമത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഷേപ്പ്. എന്താണ് സ്പേമിൻ്റെ ഷേപ്പ്? എന്താണ്? സ്പേമിൻ്റെ ഷേപ്പ് ഒരു നീണ്ട ആകൃതി അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? ഇലോങ്ങേറ്റഡ് അല്ലെങ്കിൽ നീണ്ട ആകൃതി. അടുത്ത ഓവത്തിനാണെങ്കിലോ ഗോളാകൃതി അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പ് എന്ന് പറയാം. അടുത്ത അതിൻ്റെ സൈസ് എങ്ങനെയാണ്? സ്പേം ആണെങ്കിൽ സ്മോൾ സൈസാണ്, ഓവോ ആണെങ്കിൽ ലാർജ് സൈസാണ്. അടുത്ത മോട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ചലനശേഷി. സ്പേമിന് മോട്ടിലിറ്റി ഈസ് പ്രസൻറ്റ് അല്ലേ, സ്പേമിന് ചലനശേഷിയുണ്ട്. ഓവത്തിനാണെങ്കിലോ മോട്ടിലിറ്റി ആബ്സെൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതി അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ബീജസംയോഗം. എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗം ഹ്യൂമൻസിൽ സംഭവിക്കുന്നതെന്നുള്ളത് നോക്കിയോളൂ. സെമൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്പേം സെൽസ് ഫോംഡ് ഇൻ ദ ടെസ്റ്റസ് ആൻഡ് സെക്രീഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്ലാൻഡ്സ് ലൈക്ക്
പ്രോസ്റ്റേറ്റ്. അതായത് എന്താണ് സെമൻ എന്ന് വെച്ചാൽ ശുക്ലം എന്ന് പറയും. എന്താണ് സെമൻ എന്ന ആ ഒരു ഡെഫിനിഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. സെമൻ എന്ന് പറയുന്നത് ഇസ് എ കോമ്പിനേഷൻ ഓഫ്, ഒരു കോമ്പിനേഷനാണ്. എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ? സ്പേം സെൽസ് ഫോംഡ് ഇൻ ദ ടെസ്റ്റസിൽ ഫോം ചെയ്യുന്ന സ്പേം സെൽസിൻ്റെയും അല്ലെങ്കിൽ വൃഷ്ണത്തിൽ രൂപം കൊള്ളുന്ന പുംബീജങ്ങളുടെയും ആൻഡ് സെക്രീഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്ലാൻസിലേക്ക് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻസിൻ്റെയും ഒരു മിശ്രിതമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ സെമൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ബൈ വിച്ച് സെമൻ ഈസ് എക്സ്പെൽഡ് ത്രൂ ദ പെനിസ് ഈസ് കാൾഡ് ഇജാക്കുലേഷൻ എന്ന് പറയും. അതായത് ഈ സ്ഖലനം എന്ന് പറയാം. ഈ സെമൻ നമ്മുടെ പെനിസിലൂടെ, ലിംഗത്തിലൂടെ പുറത്തു വരുന്ന ആ ഒരു പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്ഖലനം എന്ന് പറയുന്നത്. ദ സ്പേം സെൽസ് റീച്ച് ദ വജൈന ത്രൂ ദ പെനിസ്, പാസ് ത്രൂ ദ യൂട്രസ് ആൻഡ് എൻ്റർ ദ ഫെലോപ്പിയൻ ട്യൂബ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ സ്പേം സെൽ റീച്ച് ദ വജൈന. ഈ ഇജാക്കുലേഷൻ സംഭവിക്കുമ്പോൾ ഈ സ്പേം സെൽസ് വജൈനയിൽ എത്തുന്നു. അപ്പോൾ പെനിസ് വഴി സ്പേം സെൽസ് ഇവിടെ എത്തുന്നു, വെജൈനയിലെത്തുന്നു, യോനിയിലെത്തുന്നു. എന്നിട്ട് പാസ് ത്രൂ ദ യൂട്രസ്, എന്നിട്ട് അത് യൂട്രസിലോട്ട് കടന്നു പോകുന്നു. ആൻഡ് എൻ്റർ ദ ഫെലോപ്പിയൻ ട്യൂബ്. യൂട്രസ് വഴി അത് ഫെലോപ്പിയൻ ട്യൂബിൽ എത്തുന്നു. മനസ്സിലായോ? അപ്പോൾ സ്പേം സെൽസ് ആദ്യം വെജൈനയിലെത്തുന്നു. ഏത് വഴി? ത്രൂ ദ പെനിസ് വഴി. വജൈനയിൽ നിന്ന് ഇത് യൂട്രസിലെത്തുന്നു. യൂട്രസിൽ നിന്ന് അത് ഫെലോപ്പിയൻ ട്യൂബിൽ എത്തുന്നു. ഓക്കെ ആണല്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞു ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞു. ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ് ദ സ്പേം യുണൈറ്റ്സ് വിത്ത് ദ എഗ് സെൽസ് ദാറ്റ് ഹാസ് അറൈവ്ഡ് ദെയർ ഫ്രം ദ ഓവറി. ഓവറിയിൽ നിന്ന് അവിടെ എത്തിച്ചേർന്ന ഓവവുമായിട്ട് അല്ലെങ്കിൽ എഗ് സെൽസുമായിട്ട് ഈ സ്പേം ചേരുന്നു, സംയോജിക്കുന്നു. അങ്ങനെ സംയോജിക്കുന്ന ദ പ്രോസസ് ഓഫ് ദ സ്പേം യുണൈറ്റിംഗ് ദ എഗ് സെൽ ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ഇങ്ങനെ എഗ്ഗുമായിട്ട് സ്പേം യുണൈറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ബീജ സംയോഗം നടക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ഇഫ് ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ടേക്സ് പ്ലേസ്? ഇനി ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? Unless the illustration 18.7 and prepare a note based on the indicators given. 18.7 ഒരു ഇലസ്ട്രേഷൻ തന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഈ ഒരു ഇലസ്ട്രേഷൻ അനലൈസ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നാൽ എന്ത് സംഭവിക്കും, ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസംയോഗം നടന്നാൽ അല്ലെങ്കിൽ ബീജസംയോഗം നടക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഇലസ്ട്രേഷനാണ് ദാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ ഓവുലേഷൻ സംഭവിക്കുന്നതിൻ്റെ ഫിഗറാണ് ദാ ഇവിടെ കൊടുത്തിട്ടുള്ളത്, കണ്ടോ? ഓവുലേഷൻ സംഭവിച്ചു. ഓവുലേഷൻ സംഭവിക്കുക എന്ന് വെച്ചാൽ ഓവത്തിൻ്റെ പുറത്തു വന്നു, ഓവം പുറത്തു വന്നു. എന്നിട്ട് ഈ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ്, ലെഫ്റ്റ് സൈഡിൽ ഫെർട്ടിലൈസേഷൻ നടന്നാൽ, കണ്ടോ, കുറേ സ്പേംസിൽ വരും, ഇങ്ങനെ ഒരുപാട് സ്പേംസ് വരും. അതിൽ ഒരു സ്പേം മാത്രമാണ് ഓവുമായിട്ട് അല്ലെങ്കിൽ എഗ് സെല്ലുമായിട്ട് ഇങ്ങനെ യുണൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സംയോജിക്കുന്നത്, കേട്ടോ. അപ്പോൾ അവർ ഇവിടെ സംയോജിച്ചു അല്ലേ, ഫെർട്ടിലൈസേഷൻ ഇവിടെ നടന്നു. ഈ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യുന്നു? സൈഗോട്ട്, പഠിച്ചില്ലേ? സിക്താണ്ഡം ഫോം ചെയ്യുന്നു. ഈ സിക്താണ്ഡം വളർന്ന് ആരാവുന്നു? എംബ്രിയോ ആയി മാറുന്നു, കണ്ടോ? ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഈ ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ഓക്കർ, ഫെർട്ടിലൈസേഷൻ നടന്നില്ല, കണ്ടോ? ഓവാങ്ങതേ പോലെ ഇരിക്കുകയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നതാണ് മെനിസ്ട്രേഷൻ എന്ന് പറയും, ആർത്തവം, കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ ന്യൂലി ഫോം ടിഷ്യൂസ് ഓൺ ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ് ബ്രേക്ക് ഡൗൺ ആൻഡ് ആർ ഡിസ്ചാർജ്ഡ് ത്രൂ ദ വെജൈന അലോങ് വിത്ത് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. എന്താണ് ഈ നമ്മുടെ യൂട്രസിലെ ഗർഭാശയത്തിലെ ആന്തരഭിത്തിയിൽ, ഇന്നർ ലൈനിങ് എന്ന് വെച്ചാൽ ആന്തരഭിത്തിയിൽ ന്യൂലി ഫോംഡ് ടിഷ്യൂസ്, പുതുതായിട്ട് രൂപപ്പെട്ട ടിഷ്യൂസ്, കലകൾ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ, പൊട്ടുന്നു അല്ലേ, അത് എന്ന് വെച്ചാൽ അടർന്നു മാറുന്നു. ആൻഡ് ആർ ഡിസ്ചാർജ്ഡ് ത്രൂ ദ വെജൈന, എന്നിട്ട് അത് വെജൈനയിൽ കൂടി അല്ലെങ്കിൽ യോനിയിൽ കൂടി ഡിസ്ചാർജ് ചെയ്യുന്നു, പുറത്തോട്ട് വരുന്നു. വിത്ത് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. ഈ വരുന്നതിൽ എന്തൊക്കെ ഉണ്ടാവും? ബ്ലഡ് ഉണ്ടാവും, പിന്നെ മ്യൂക്കസ് ഉണ്ടാവും. മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്രവം, ശ്ലേഷ്മം എന്ന് പറയും. അപ്പോൾ ബ്ലഡും മ്യൂക്കസോടും കൂടി വജൈനയിൽ നിന്ന് ഇത് പുറത്തേക്ക് പോകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവം എന്ന് പറയുന്നത്. ഇനി ഇതാ ഇവിടെ ഓവുലേഷൻ അല്ലെങ്കിൽ അൺഡോൾസർജനം എന്താണ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദ പ്രോസസ് ഇൻ വിച്ച് ഫുള്ളി മെച്ചേർഡ് ഓവം ഈസ് റിലീസ്ഡ് ഫ്രം ദ ഓവറി ഈസ് കാൾഡ് ഓവുലേഷൻ. എന്താണ് ഓവുലേഷൻ? ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അണ്ടാശയത്തിൽ നിന്ന്, അൺഡോൾസർജനം എന്ന് മലയാളത്തിൽ പറയും, കേട്ടോ. അൺഡോൾസർജന, ഓവുലേഷൻ എന്ന് വെച്ചാൽ അൺഡോൾസർജന, അതായത് ഈ അണ്ടാശയത്തിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ അണ്ടം പുറത്തു വരുന്ന പ്രക്രിയ, അതാണ് ഓവുലേഷൻ അല്ലെങ്കിൽ അൺഡോൾസർജനം എന്ന് പറയുന്നത്. Along with this,
The thickness of the endometrium in the uterus increases and more tissues and blood capillaries are formed in it. അതായത് ഇതിനോടനുബന്ധിച്ച് ഈ ഓവുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമ്മുടെ എലോങ് വിത്ത് ദ തിക്നെസ് ഓഫ് ദി എൻഡോമെട്രിയം ഇൻ ദ യൂട്രസിലെ യൂട്രസിൻ്റെ ഉള്ളിലുള്ള ഒരു ലെയർ അല്ലെങ്കിൽ ഒരു പാളിയുണ്ട്. ആ പാളിയെയാണ്, അല്ലെങ്കിൽ ഒരു ഇന്നർ ലൈനിങ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അപ്പം ഗർഭാശയത്തിലെ യൂട്രസിലെ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് വർദ്ധിക്കുന്നു. എലോങ് വിത്ത് ദസ് ദ തിക്നെസ് ഓഫ് ദി എൻഡോമെട്രിയം ഇൻ ദ യൂട്രസ് ഇൻക്രീസസ്. യൂട്രസിനുള്ളിലെ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് മോർ ടിഷ്യൂസ് ആൻഡ് ബ്ലഡ് ക്യാപ്പിലറീസ് ആർ ഫോംഡ്. അതിൽ കൂടുതൽ സെൽസും കൂടുതൽ ടിഷ്യൂസ് അല്ലെ കൂടുതൽ കലകളും പിന്നെ ബ്ലഡ് ക്യാപ്പിലറീസ് കൂടുതൽ രക്തലോമികകൾ എന്നിവ രൂപപ്പെടുന്നു. എന്തിനാണ് ഇങ്ങനെ രൂപപ്പെടുന്നത്? നമ്മുടെ യൂട്രസിൻ്റെ അകത്ത് ഒരു കുഞ്ഞിന് വളരാൻ വേണ്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞിന് വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ കലകളും അതുപോലെ ബ്ലഡ് ക്യാപ്പിലറീസും ഒക്കെ ഫോം ചെയ്യുന്നത് കേട്ടോ. ഇതാണ്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് മെൻസ്ട്രേഷനെ കുറിച്ചും അതുപോലെ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ചും. ഇനി ഇതിനെക്കുറിച്ചൊരു നോട്ട് നമ്മൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സൈറ്റ് എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? അണ്ഡവാഹിയിൽ അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ബീജസംയോഗം നടക്കുന്നത്. ഇനി അടുത്തത് എന്താണ് കൊടുത്തിട്ടുള്ളത്? എംബ്രിയോ ഫോർമേഷൻ. എംബ്രിയോ ഫോം ചെയ്യുന്നത്, അതിൻ്റെ എംബ്രിയോയുടെ ഫോർമേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയുള്ളൂ. ആഫ്റ്റർ ദ ഫ്യൂഷൻ ഓഫ് സ്പേം ആൻഡ് എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ഫ്യൂഷന് ശേഷം എ സിംഗിൾ സെൽഡ് സൈഗോട്ട് ഈസ് ഫോംഡ്. ഒരൊറ്റ സെല്ലുള്ള സൈഗോട്ട് ഫോം ചെയ്യുന്നു. ദിസ് സൈഗോട്ട് ട്രാൻസ്ഫോംസ് ഇൻറ്റു എംബ്രിയോ. ഈ സൈഗോട്ട് പിന്നീട് എംബ്രിയോ ആയി മാറുന്നു. എംബ്രിയോ എന്ന് വെച്ചാൽ ഭ്രൂണം. അപ്പോൾ ബീജസംയോഗത്തിന് ശേഷം സിക്താണ്ഡം രൂപം കൊള്ളുന്നു. ഈ സിക്താണ്ഡം പിന്നീട് ഭ്രൂണമായി മാറുന്നു. അടുത്തത് എന്താണ് മെൻസ്ട്രേഷൻ? എന്താണ്? ഇഫ് ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ഓക്കർ, ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ ദ ന്യൂലി ഫോംഡ് ടിഷ്യൂസ് ഓൺ ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ പുതുതായിട്ട് ഫോം ചെയ്ത കലകൾ അല്ലെ ടിഷ്യൂസ് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ആവുന്നു, പൊട്ടുന്നു. ആൻഡ് ആർ ഡിസ്ചാർജ്ഡ് ത്രൂ ദ വെജൈന. എന്നിട്ട് അത് വെജൈനയിൽ കൂടി പുറത്തു പോകുന്നു. എലോങ് വിത്ത് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. ഏതിനോടൊപ്പം? ബ്ലഡിനോടും മ്യൂക്കസിനോടൊപ്പം. ഓക്കെ. ബീജസംയോഗം നടക്കാതിരിക്കുമ്പോൾ ഗർഭാശയത്തിലെ ആന്തരഭിത്തിയിൽ പുതുതായി രൂപപ്പെട്ട കലകൾ അടർന്നു മാറുന്നു. ഇവ രക്തം, ശ്ലേഷ്മ എന്നിവയോടൊപ്പം യോനിയിലൂടെ പുറത്തു പോകുന്നു. ഇതാണ് ആർത്തവം. ഓക്കെ ആണല്ലോ.